ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ നാളെയാണല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ +2 ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട തിയറി എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ പാസ്സുള്ള മാർക്ക് കിട്ടുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഈ തിയറി എന്ന് നോക്കാം അല്ലേ. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട തിയറി എന്ന് പറയുന്നത് മക്കളെ എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ കൂളംസ് ലോ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് പോകണം. അതേപോലെ ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. ഡിഫൈൻ കൂളംസ് ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൂളംസ് ലോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അതിൻ്റെ പ്രോപ്പർട്ടിയും മസ്റ്റായി നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ 6 പ്രോപ്പർട്ടി ഉണ്ട്. ഈ 6 പ്രോപ്പർട്ടി നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം. ദെൻ അതിനുശേഷം എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്നും ഡൈപോൾ മൊമെൻ്റ് എന്താണെന്നും അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്നും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകേണ്ടതാണ്. ദെൻ അതിനുശേഷം ഗോസസ് ലോ ആണ്. ഗോസസ് ലോ എന്താണ് എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസിനകത്ത് പഠിച്ചിട്ട് പോകേണ്ട തിയറി എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നും അതിൻ്റെ ഇക്വേഷനും ഇലക്ട്രിക് പൊട്ടൻഷ്യലും അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് പോവുക. പിന്നെ ഇക്വിപൊട്ടൻറ്റ് സർഫസിനെ കുറിച്ച് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് ഇക്വിപൊട്ടൻറ്റ് സർഫസ്, ഓരോ ഇക്വിപൊട്ടൻറ്റ് സർഫസ് വരക്കാൻ ചോദിക്കും. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻറ്റ് സർഫസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 പ്രോപ്പർട്ടി, ഈ 3 പ്രോപ്പർട്ടി, ഈ നോട്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക. എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇക്വിപൊട്ടൻറ്റ് സർഫസ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് Q ഈസ് പ്രപ്പോർഷണൽ ടു V ആണെന്നും അതിനെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് എന്നാണെന്നും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കപ്പാസിറ്ററിനകത്ത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചൊക്കെയാണ് നമ്മൾ ഗ്രാഫ് വരക്കുന്നത്, QV ഗ്രാഫൊക്കെ വരക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് വരക്കുന്നത്. പിന്നീട് വരുന്നത് ആ ചാപ്റ്ററിനകത്ത് എന്താണ് പോളാർ മോളിക്യൂളെന്നും നോൺ പോളാർ മോളിക്യൂളും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം. നോൺ പോളാർ മോളിക്യൂളും അതേപോലെ പോളാർ മോളിക്യൂളും വിത്ത് എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം. ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ എന്തുണ്ട് വളരെ സാധ്യതയുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ ഓംസ് ലോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായും പഠിച്ചിട്ട് പോകേണ്ടതാണ്. ദെൻ റിലാക്സേഷൻ ടൈം, പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടതാണ് മൊബിലിറ്റി. പല എക്സാമിനും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൊബിലിറ്റി എന്താണ് ചോദിക്കാറുണ്ട്. മൊബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക. ഓക്കെ അല്ല മക്കളെ. മൊബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്ററിനകത്ത് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയാണ്. ഈ ഗ്രാഫ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് നമ്മുടെ എന്താണ് ഒരു മെറ്റലിൻ്റെ ഗ്രാഫാണ്. അതേപോലെ തന്നെ ഇതൊരു അലോയിയുടെ ഗ്രാഫാണ്. ദെൻ സെമി കണ്ടക്ടർ ഗ്രാഫാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയുടെ ഗ്രാഫ് എല്ലാവരും എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകേണ്ടതാണ്. ദെൻ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയുക. ഒരു ബാറ്ററി ഓഫർ ചെയ്ത റെസിസ്റ്റൻസ് അല്ലേ. അതേപോലെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. ദെൻ ക്രിച്ചോഫിൻ്റെ 2 റൂളുണ്ട്. ജംഗ്ഷൻ റൂളും ഉണ്ട്, ലൂപ്പ് റൂളും ഉണ്ട്. ആ 2 റൂളും മസ്റ്റായി നിങ്ങൾ പഠിക്കുക. എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. ഇതേപോലെ തന്നെ ലൂപ്പ് റൂളും അതേപോലെ തന്നെ ജംഗ്ഷൻ റൂളും എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾ രണ്ടും എന്ത് ചെയ്യണം മക്കളെ പഠിച്ചിട്ട് പോവുക. 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സും അതേപോലെ തന്നെ ലോറന്റ് ഫോഴ്സും എന്താണെന്ന് എക്സാമിന് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം. ഫ്ലെമിങ്സിൻ്റെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വായിച്ചിട്ട് പോവുക. പിന്നെ തമ്പ് റൂളുണ്ട്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അതും കൂടെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ എന്താണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതും എന്ത് ചെയ്യുക ആ കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഒരു തീറ്റ ആംഗിളാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ വരുന്നതെങ്കിൽ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഹെലിക്കൽ പാത്താണെന്ന് അറിഞ്ഞിരിക്കുക. അതും എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നീട് ഈ ചാപ്റ്ററിനകത്ത് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോ ആയ ബയോട്ട് സവാർട്ട് ലോ ഉണ്ട്. ആ ബയോട്ട് സവാർട്ട് ലോ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക. അതിൻ്റെ വെക്ടർ ഫോം പറ്റുവാണെങ്കിൽ പഠിച്ചിട്ട് പോവുക. ബയോട്ട് സവാർട്ട് ലോ കഴിഞ്ഞാൽ പിന്നെ ആംബീരിയൻറ്റ് സർക്യൂട്ട് തിയറമാണ്. ആംബീരിയൻറ്റ് സർക്യൂട്ട് തിയറം അതേപോലെ തന്നെ എക്സാമിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആംബീരിയൻറ്റ് സർക്യൂട്ട് തിയറം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം മക്കളെ ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകണം. എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നീട് വരുന്നതാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ആൻഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോകേണ്ടതാണ്. പിന്നെന്താണ് ഒരു റെക്ടാങ്കുലർ കറണ്ട് ക്യാരിങ് കോയിലിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകേണ്ടതാണ്. പിന്നെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ആണ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ കൺസ്ട്രക്ഷന്, അതിൻ്റെ വർക്കിംഗ്, കറണ്ട് സെൻസിറ്റീവ് ഫാക്ടർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ദെൻ കൺവേർഷനാണ്. ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ വേണ്ടി ഒരു കുഞ്ഞു റെസിസ്റ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഗാൽവനോമീറ്ററെ വോൾട്ടിമീറ്റർ ആക്കാൻ വേണ്ടി ഒരു ഹൈ റെസിസ്റ്ററിനെ സീരീസ് ആയിട്ട് എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക. എപ്പോഴും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ആൻഡ് വോൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് സെൻസിറ്റീവ് ഫാക്ടർ കൂടും.
കൂടും, പക്ഷേ എന്ത് കൂടില്ല, വോൾട്ടേജ് സെൻസിറ്റിവ് ഫാക്ടർ കൂടില്ല. ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകേണ്ടതാണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിനകത്ത് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് പോകേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അതേപോലെ തന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസവും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം. ഗോസസ് ലോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മിക്കപ്പോഴും ഈ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷനൊക്കെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായും പഠിച്ചിട്ട് പോകേണ്ടതാണ്. അതേപോലെ തന്നെ എന്താണ് മാഗ്നറ്റൈസേഷൻ എന്നും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്താണെന്നും എക്സാമിന് ചോദിക്കും. അതും നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോകേണ്ടതാണ്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക്, ഈ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകേണ്ടത് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം വരുന്ന നമുക്ക് നോക്കാം അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക്ഷനകത്ത് തിയറി പോർഷനായിട്ട് പഠിച്ചിട്ടുണ്ട് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക്ഷൻ, ലെൻസസ് ലോ, അതേപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, പിന്നീട് വരുന്ന AC ജനറേറ്ററാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ വർക്കിംഗ്, അതേപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോവുക. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്ററായ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത്. നമുക്കറിയാവുന്നതാണ് ട്രാൻസ്ഫോമർ എന്താണെന്നും ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതേപോലെ ട്രാൻസ്ഫോമറിൻ്റെ എനർജി ലോസസ് മിക്കപ്പോഴും ചോദിക്കുകയാണ് എനർജി ലോസ് കേട്ടോ. എനർജി ലോസ് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നോക്കിയിട്ട് പോവുക. പിന്നെ റെസൊണൻസ് കണ്ടീഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകേണ്ടതാണ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് എക്സാമിന് ചോദിക്കുകയാണ്. ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകേണ്ടതാണ്. അതിനുശേഷം വരുന്നത് നേച്ചർ ഓഫ് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകേണ്ടതാണ് കേട്ടോ. പ്രോപ്പർട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരുന്നത് നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്. ആ ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ യൂസ് എക്സ്റേയുടെയും ഗാമ റേസിൻ്റെയും അൾട്രാ വയലറ്റിൻ്റെയും ലൈറ്റ് റേസിൻ്റെയും അതേപോലെ തന്നെ ഇൻഫ്രാറെഡിൻ്റെയും ഇതിൻ്റെ എല്ലാം നിങ്ങൾ എന്ത് പഠിച്ചിട്ട് പോകേണ്ടതാണ്, യൂസസുകൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അതിൻ്റെ പ്രൊഡക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുവാണെങ്കിൽ പഠിച്ചിട്ട് പോവുക. ഡിറ്റക്ഷൻ പഠിച്ചിട്ട് പോവുക. പിന്നെ പറ്റുന്നവരുണ്ടെങ്കിൽ മാത്രം, അത് അത്രയും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല, വേവ് ലെങ്തിൻ്റെ ആ ഒരു റേഞ്ച് അത്രയും ഡീറ്റെയിൽ പോകേണ്ട. നിങ്ങൾ മെയിനായിട്ട് അതിൻ്റെ യൂസസുകൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകണം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് അതിൻ്റെ ആ ഓർഡർ ആ ഒരു ഓർഡർ RMI LUXG രമണിയിൽ X കൊണ്ട് ഗുണിച്ചു. ഈ ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോവുക. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്, ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഫ്രീക്വൻസി ഓർഡറാണ്. ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ എന്തിനാണ്, ഗാമ റേസിനാണ്. വേവിൽ എന്ത് കുറവ്, ഗാമ റേസിനാണ്. ഓക്കെ, റേ ഓപ്റ്റിക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തിയറി വളരെ കുറവാണ്, കുറേ ഡെറിവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ ലോ ഓഫ് റിഫ്രാക്ഷൻ്റെ സ്നെൽസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകേണ്ടതാണ്. ദെൻ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷനും പഠിച്ചിട്ട് പോകാം. ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ അതേപോലെ തന്നെ എക്സാം ചോദിക്കുന്നതാണ്. ഇതിനകത്ത് ഈ 2 പോയിന്റാണ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകേണ്ടത്. കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ, ഓക്കെ അല്ലേ. പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരക്കാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ടെലസ്കോപ്പ് നിങ്ങൾ വരക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നീട് വരുന്നതാണ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. അതും കൂടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. പിന്നീട് അടുത്ത ചാപ്റ്ററായ വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സിനകത്ത് നമുക്കറിയാം എന്താണ് വേവ് ഫ്രണ്ട് എന്നും പിന്നീട് ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായി നോക്കിയിട്ട് പോകേണ്ടതാണ്. പിന്നീട് വരുന്ന ഹൈഗൻ പ്രിൻസിപ്പിളാണ് ഈ ചാപ്റ്ററിനകത്ത്. ഹൈഗൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. കൊഹറൻറ്റ് സോഴ്സ് എന്ന എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് കൊഹറൻറ്റ് സോഴ്സ്, 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്തുകൊണ്ട് കൊഹറൻറ്റ് ആകില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഇൻ്റർഫറൻസും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും അവിടെ വരുന്ന തിയറി പോർഷനാണ്. അതും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പോളറൈസേഷൻ എന്താണെന്നും മാലൂസ് ലോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകേണ്ടതാണ്. വേവ് ഒപ്റ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് നമുക്കറിയാം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ്. അതിനകത്ത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ആ ഒരു എഫക്റ്റിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതും പഠിച്ചിട്ട്. പിന്നെ ഗ്രാഫ് ഉണ്ട് കുറേ അതിനകത്ത്, ഇൻറ്റൻസിറ്റി കറണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റിയുടെയും ഫ്രീക്വൻസിയുടെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെയൊക്കെ ഗ്രാഫൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഡി ബ്രോഗ്ലിയുടെ വേവ് ലെങ്ത് ഉണ്ടല്ലോ, അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഹൈഡ്രജൻ സ്പെക്ട്രമാണ് മെയിനായിട്ട് വരുന്നത്. ഹൈഡ്രജൻ സ്പെക്ട്രം പഠിച്ചിട്ട് പോവുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗോൾഡ് ഫോയിൽ, റുദർഫോർഡിൻ്റെ ആ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ആ റുദർഫോർഡ് എന്താണ് ആ ഒരു അറ്റം മോഡലും അതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. ന്യൂക്ലിയയിലോട്ട് വരികയാണെങ്കിൽ ന്യൂക്ലിയയിലോട്ട് ബൈൻഡിങ് എനർജി എന്താണെന്നും മാസ് ഡിഫക്റ്റ് എന്താണെന്നും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നീട് വരുമ്പോഴത്തേക്കും എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്നും എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും പിന്നെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. പിന്നീട് വരുന്ന ലാസ്റ്റ് ചാപ്റ്ററായ നമ്മുടെ എന്താണ് സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെമി കണ്ടക്ടറിനകത്ത് ഹാഫ് വേവ് റെക്ടിഫയറും അതേപോലെ തന്നെ അതിൻ്റെ ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് സർക്യൂട്ട് ഡയഗ്രാം
ആൻഡ് വേവ് ഫോം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നമ്മുടെ +2 ഫിസിക്സിൽ തിയറി ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ ഈ തിയറി പോർഷനൊക്കെ അടിപൊളിയായിട്ട് സെറ്റായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്, ഒരു 10 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 10 ഡെറിവേഷൻസ്. ആ ഒരു വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്കൊരു 50 മാർക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാരോട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സൂപ്പർ 6ൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സൂപ്പർ 6ൽ വരിക മക്കളെ. ബൈ ബൈ.